നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ UDF-ന്റെ മുന്നേറ്റം ആരുടെ വിജയമെന്ന ചോദ്യം ഇന്ന് മാധ്യമപ്രവർത്തകർ വി.ഡി. സതീശനോട് ചോദിക്കുകയുണ്ടായി. പ്രതിപക്ഷ നേതാവിന്റെ മറുപടി ആ വിജയം എങ്ങനെയെന്ന് നമ്മൾ വിശദമായി നോക്കുകയാണ്. UDF-ന്റെ വിജയത്തിലേക്ക് നയിച്ച അനുകൂല ഘടകങ്ങൾ എന്തൊക്കെ? ആരുടെ വിജയമെന്ന ചോദ്യത്തിന് കൂട്ടായ്മയുടെ വിജയമെന്നാണ് UDF-ന്റെ പ്രതിപക്ഷ നേതാവിന്റെ വി.ഡി. സതീശന്റെ മറുപടി. മുൻപെങ്ങും കണ്ടിട്ടില്ലാത്ത വിധം UDF-ന്റെ ഒറ്റക്കെട്ടായ പ്രവർത്തനമാണ് നിലമ്പൂരിൽ ഇത്തവണ ഉണ്ടായത്. വി.ഡി. സതീശൻ എന്ന പ്രതിപക്ഷ നേതാവ് കോൺഗ്രസിൽ കൂടുതൽ ശക്തനാകുന്നു, അതിശേധ്യനാകുന്നു എന്ന പ്രത്യേകത കൂടി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ ഫലത്തിനുണ്ട്. എന്തൊക്കെയാണ് UDF-ന് അനുകൂലമായ ഘടകങ്ങൾ വിശദമായി പരിശോധിക്കുകയാണ്. അതിലേറ്റവും ആദ്യമായി പരിഗണിക്കുന്നത് അല്ലെങ്കിൽ UDF ചൂണ്ടിക്കാട്ടുന്നത് കൂടിയാണ് ഭരണവിരുദ്ധ വികാരം. നിലമ്പൂരിൽ UDF-നെ കൈമൈ മറന്ന് പിന്തുണച്ചിട്ടുണ്ട്. തുടക്കം മുതൽ UDF പറഞ്ഞ സർക്കാർ വിരുദ്ധ രാഷ്ട്രീയം നിലമ്പൂർ ജനത സശ്രദ്ധം കേട്ടു, അതിനോട് പ്രതികരിച്ചു എന്ന് മനസ്സിലാക്കണം. ഒരു ഘട്ടത്തിൽ സ്ഥാനാർത്ഥികളിൽ, ചർച്ചകളിൽ, ഒപ്പം പിന്തുണയിലൊക്കെ ഈ തെരഞ്ഞെടുപ്പ് വിഷയം നിന്നപ്പോൾ പോലും കൃത്യമായി അത് വന്യജീവി മനുഷ്യ സംഘർഷങ്ങളിലേക്കൊക്കെ കൊണ്ടെത്തിക്കുവാൻ, ഒപ്പം ഏറ്റവും ഒടുവിൽ ആശാസമരം വരെ ആ ചർച്ചയാക്കാൻ വേണ്ടി UDF-ന് സാധിച്ചിട്ടുണ്ട്. മറ്റൊന്നാണ് UDF-ന്റെ ടീം വർക്ക്. നമ്മൾ കണ്ടതാണ് പല ഘട്ടത്തിലും ക്യാമ്പിൽ, കൺവെൻഷനുകളിലൊക്കെ ലീഗ് നേതൃത്വം പങ്കെടുത്തില്ല, അല്ലെങ്കിൽ ലീഗ് നേതൃത്വത്തിന്റെ അസാന്നിധ്യം എന്നൊക്കെയുള്ള വിഷയങ്ങൾ LDF ഉയർത്താൻ ശ്രമിക്കുമ്പോൾ പോലും അതിനെല്ലാം മറികടക്കുന്ന തരത്തിൽ നേതാക്കളുടെ പ്രതികരണം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരുമിച്ച് നിന്ന് പ്രവർത്തിച്ചു. ഒപ്പം സ്ഥാനാർത്ഥിയെ പരിഗണിച്ച VS ജോയ് എന്ന നേതാവിന്റെ ഈ തെരഞ്ഞെടുപ്പ് സമയത്തെ ശ്രദ്ധേയമായ പ്രതികരണം, ആര്യാടൻ ഷൗക്കത്തിനൊപ്പമുള്ള സാന്നിധ്യം, അതൊരു മികച്ച നേതാവിന്റെ മാതൃക കൂടിയായി മാറുകയായിരുന്നു. അങ്ങനെ ടീം വർക്കിന്റെ വിജയം കൂടിയാണ് ഇത്തവണ നിലമ്പൂരിൽ കണ്ടത്. നേതാക്കൾ എല്ലാവരും ഒറ്റക്കെട്ടായി ക്യാമ്പ് ചെയ്തു. 3000 വീട് കയറിയ ചാണ്ടി ഉമ്മൻ ഈ തെരഞ്ഞെടുപ്പിലെ സ്റ്റാർ ക്യാമ്പയിനറായി എന്നതിൽ സംശയമില്ല. മുസ്ലിം ലീഗ് നേതാക്കൾ ലീഗ് സ്ഥാനാർത്ഥിയെ എന്നോണം ആര്യാടൻ ഷൗക്കത്തിനെ പരിഗണിച്ചു. ആ നിലയിൽ തന്നെ പ്രചാരണത്തിനിറങ്ങി. LDF പ്രതീക്ഷിച്ചതായിരുന്നു ഒരുപക്ഷെ ആര്യാടൻ മുഹമ്മദിനോട് ലീഗിനുണ്ടായിരുന്ന അതൃപ്തി മകനോടും ഉണ്ടാകുമെന്നൊക്കെയുള്ള കണക്കുകൂട്ടലുണ്ടായിരുന്നെങ്കിലും ആ മനപ്പായസമെല്ലാം അവിടെ വെറുതെയായി എന്നതാണ് LDF-ന് സംഭവിച്ചത്. ഇനി UDF-ന്റെ ഗ്രൗണ്ട് വർക്കിനെ പറ്റിയാണ്. അൻവർ രാജിവെച്ചതിന് പിന്നാലെ തന്നെ UDF അവരുടെ ഗ്രൗണ്ട് വർക്ക് ആരംഭിച്ചു. മുമ്പ് വയനാട് ഉപതെരഞ്ഞെടുപ്പിനടക്കം സജ്ജമായതാണ്. അവിടെ പാർലമെന്റ് ഉപതെരഞ്ഞെടുപ്പിന്റെ സമയത്ത് പോലും വളരെ ശക്തമായി തന്നെ പ്രവർത്തനങ്ങൾ നടത്തിയാണ്. അതിൻ്റെയൊക്കെ ഒരു തുടർച്ച ഈ ഉപതെരഞ്ഞെടുപ്പിന്റെ, നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിൽ വരുമ്പോഴും UDF-ന് അനുകൂലമായിട്ടുണ്ട്. ബൂത്ത് തലങ്ങളിൽ പ്രവർത്തനം ശക്തമാക്കി. മുമ്പ് എപ്പോഴും ഇടതുപക്ഷത്തെ പറ്റി അല്ലെങ്കിൽ LDF-നെ, CPM-നെ പറ്റി പറയുന്ന ഒരു ബൂത്ത് തല വർക്കൊക്കെ അത് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് കൃത്യമായി ഉണ്ടായി. അത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുന്നേ തന്നെ പുതിയ വോട്ടർമാരെ ചേർത്തു. അതിൽ അവരുടെ വോട്ട് ഉറപ്പാക്കി. മണ്ഡലത്തിന് പുറത്ത് നിൽക്കുന്ന ആളുകൾ, താമസിക്കുന്ന ആളുകളെ ഒക്കെ അവിടേക്ക് കൊണ്ടുവന്ന് വോട്ട് ഉറപ്പാക്കി എന്നതുകൂടി UDF-ന്റെ ഇത്തവണത്തെ നിലമ്പൂരിലെ പ്രവർത്തനത്തിന്റെ മികവാണ്. ലീഗ് കോൺഗ്രസ് തർക്കം പരിഹരിച്ചു. മലപ്പുറത്തെ ലീഗ് കോൺഗ്രസ് തർക്കത്തിന് ആര്യാടനോളം കുറഞ്ഞത് 50 വർഷത്തെ പഴക്കമുണ്ട്. ആ പ്രശ്നം പരിഹരിക്കാനായി എന്നത് UDF-ന്റെ നേട്ടമാണ്. വേദികളിലെ നേതാക്കളുടെ അസാന്നിധ്യമൊക്കെ ഉയർത്താൻ LDF ശ്രമിച്ചെങ്കിലും അതിനെല്ലാം മറികടക്കുന്ന തരത്തിലേക്ക് നേതാക്കൾ ഒരുമിച്ച് നിന്ന്, യുവനിരയിലാണെങ്കിൽ അത് ഷാഫി പറമ്പിലായാലും രാഹുൽ മാങ്കൂട്ടത്തിലായാലും PK ഫിറോസ് ആയാലും ഒക്കെ ഒരുമിച്ച് നിന്ന് വീട് കയറുന്നു. അവരൊക്കെ പ്രചാരണ വീഡിയോകളിൽ ഒരുമിച്ച് പ്രത്യക്ഷപ്പെടുന്നു. അങ്ങനെ ഒരൊറ്റക്കെട്ടെന്ന പ്രതീതി അല്ലെങ്കിൽ ആ ഒരു ഊർജം പ്രവർത്തകരിലേക്ക് പകരാൻ UDF നേതൃത്വത്തിനും യുവ നേതാക്കൾക്കും ഒക്കെ സാധിച്ചു. PV അൻവറിനെ മുന്നണിയിലെടുക്കാതിരുന്നതും ഈ ഘട്ടത്തിൽ ഈ UDF-ന് അല്ലെങ്കിൽ കോൺഗ്രസിന് ഈ തെരഞ്ഞെടുപ്പ് വിജയത്തിൽ ഒരുപടി മുന്നിൽ നിൽക്കാൻ അല്ലെങ്കിൽ തലയുയർത്തി നിൽക്കാൻ സാധിക്കുന്ന ഒരു ഘടകം കൂടിയാണ്. ഒരുപക്ഷെ PV അൻവറിനെ മുന്നണിയിൽ ഒപ്പം എടുത്തിരുന്നെങ്കിൽ അല്ലെങ്കിൽ പിന്തുണ നേടിയിരുന്നെങ്കിൽ ഭൂരിപക്ഷം ഇനിയും ഉയരുമായിരുന്നു. പക്ഷേ അൻവർ അടങ്ങുന്ന മുന്നണി സ്ഥാനാർത്ഥി വിജയിച്ചാൽ അതിന്റെ ക്രെഡിറ്റ് ഒരു പരിധി വരെയെങ്കിലും അൻവറിന് സ്വന്തമാകുമായിരുന്നു. ഇതിപ്പോൾ ഏറെ പഴി കേൾക്കേണ്ടി വന്നിട്ടും അൻവർ വേണ്ട എന്ന പ്രതിപക്ഷ നേതാവിന്റെ നിലപാടിന് കൂടിയാണ് കയ്യടി കിട്ടുന്നത്. അങ്ങനെ വി.ഡി. സതീശൻ ആ നിലപാടെടുത്തപ്പോൾ മുതിർന്ന കോൺഗ്രസ് നേതാക്കളിൽ പലർക്കും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു. പലരും, കെ സുധാകരനും രമേശ് ചെന്നിത്തലയും അടക്കം അൻവറിനെ ഒപ്പം കൂട്ടണമെന്ന നിലപാടെടുത്തെങ്കിൽ പോലും വി.ഡി. സതീശന്റെ ആ സ്റ്റാൻഡിന് കോൺഗ്രസിൽ കൂടുതൽ സ്വീകാര്യത ലഭിക്കുന്നു എന്നതാണ് ശ്രദ്ധേയമാകുന്നത്. വി.ഡി. സതീശൻ കോൺഗ്രസിൽ കൂടുതൽ ശക്തിപ്പെടുന്നു എന്നത് അടിവരയിടുന്നത് കൂടിയാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഫലം. സ്വാഭാവികമായും ഈ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിന്റെ ചരിത്രം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിലെപ്പോഴും UDF ഒരുപടി മുന്നിലാണ്. പക്ഷെ അതൊക്കെ സിറ്റിംഗ് സീറ്റുകളിൽ വിജയം ആവർത്തിച്ചു എന്നായിരുന്നു LDF പറയുന്നതെങ്കിൽ ഇത്തവണ LDF-ന് നഷ്ടമായിരിക്കുന്നത് നിലമ്പൂരിൽ അടിപതറിയിരിക്കുന്നത് സിറ്റിംഗ് സീറ്റിലാണ്.